Jessie. I need divorce. What the Jessie, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് ഐ നീഡ് ഡിവോഴ്സ്. For God's sake, she's my friend. That's all. ഫ്രണ്ട്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. Jessie. ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പിൽ നിങ്ങളൊരു നാടകം കളിക്കണ്ട. ഐ നോ എവരിത്തിങ്. സാർ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. What? പോക്കിരി രാജ, പൊന്നരയും പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പടത്തിൽ ഒരു വേഷം തന്നെ പോയിരിക്കും ഞാൻ. നീ ആരാടാ കോപ്പേ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ. വീടും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യര്. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനിൽ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തിൽ പ്രശ്നം. ഒരാളും ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. എടാ, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? Get out! ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്താ കേറണില്ലേ? ഇപ്പൊ വരാം. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റാ. തമാശരിക്കുള്ളൂ. ഏയ്, അതിനുള്ള വിവരമൊന്നുമില്ല. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലിൽ കുഴുന്നാൻകുത്തിയന്റെ പേരില് പഞ്ചായത്തിൽ വികലാംഗ പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുള്ള നീ. നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല, കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവര് അവനിക്കാർന്നൂടാ. എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കയറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തിൽ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുത്. അത്താഴം കഴിക്കാൻ എന്ത് വിളിച്ചതല്ലേ? കഴിക്കാനായാലും എന്തായി മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ വിളിക്കണത്? അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ പോകാൻ നോക്കി. ചേട്ട